നമസ്കാരം, ഞാൻ ഡോക്ടർ നവീൻ. എ ടു സെഡ് KAP നോളജ് ഈസ് പവർ എന്ന എൻ്റെ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ടാഗ്ലൈൻ പോലെ ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് കൊറോണ വൈറസിനെ പറ്റിയാണ്. കൊറോണ വൈറസിനെ പറ്റി നമ്മൾക്കെല്ലാം അറിയാം. പത്രമാധ്യമങ്ങൾ വഴി നമുക്ക് ഒരുപാട് അറിവുകൾ കിട്ടുന്നുണ്ട്. പക്ഷേ അറിവുകളെല്ലാം പരിപൂർണ്ണമാണോ, നമ്മൾ പറ്റിക്കപ്പെടുകയാണോ, നമുക്ക് കൃത്യമായിട്ട് അറിവുകൾ കിട്ടുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ ഉത്തരമില്ല എന്നാണ് എൻ്റെ ഉത്തരം. കാരണം കൊറോണ വൈറസിനെ പറ്റി അധികം ആർക്കും അറിയില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. കൊറോണ വൈറസ് ആദ്യമായിട്ട് കണ്ടുപിടിച്ചത് 1937 എത്ര പേർക്കറിയാം? എല്ലാവരും പറയുന്നത് ചൈനീസ് വൈറസാണ്, ചൈനയുടെ ഉൽപ്പന്നമാണ്, ഏതാണ്ട് ഈ കഴിഞ്ഞ വർഷം മാത്രമാണ് ഇത് കണ്ടുപിടിച്ചതെന്നാണ്. ചിലർ പറയുന്നുണ്ട് അത് ചൈനയിലെ വുഹാനിലെ ലാബിലുണ്ടാക്കിയതാണെന്ന്, അത് അവിടെ നിന്ന് ചാടിപ്പോയതാണെന്നാണ്. അങ്ങനെ ഒരു വൈറസ് ഉണ്ടാക്കാൻ പറ്റുമോ? അങ്ങനെ ഒരു വൈറസ് ഉണ്ടാക്കാൻ പറ്റും എന്നാണ് ഉത്തരം. പക്ഷേ ഈ വൈറസ് അങ്ങനെ ഉണ്ടാക്കിയതാണോ എന്നുള്ള ചോദ്യത്തിന് ഉത്തരമില്ല. ഒരു കോൺട്രവേഴ്സി തിയറി മാത്രമാണ്, കോൺസ്പിരസി തിയറി. ഒരുപാട് കോൺസ്പിരസി തിയറികളുണ്ട്, കോൺട്രവേഴ്സികളുണ്ട്. അപ്പോൾ ഇതിനകത്ത് കോൺട്രവേഴ്സി എന്താണ്, കോൺസ്പിരസി എന്താണ്, സത്യം എന്താണ്, യാഥാർത്ഥ്യം എന്താണെന്നൊന്നും മനസ്സിലാവുന്നില്ല. നമ്മളെല്ലാം ഇരട്ടിത്തപ്പാണ്. ഈവൻ നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന സാനിറ്റൈസറുകൾ ചിലർ പറയും സാനിറ്റൈസർ ഉപയോഗിക്കേണ്ട വിധം എങ്ങനെയാണ്, ചിലർ പറയും സാനിറ്റൈസർ ഉപയോഗിക്കാൻ പാടില്ല, ചിലർ പറയും സാനിറ്റൈസർ ഉപയോഗിച്ചാൽ തീ പിടിക്കും. അങ്ങനെ മനുഷ്യന് ഒരുപാട് തെറ്റിദ്ധാരണ നമുക്ക് തരുന്ന ഒരുപാട് ന്യൂസുകൾ ഒരുപാട് പത്രമാധ്യമങ്ങൾ വഴിയും അല്ലാതെ സോഷ്യൽ മീഡിയ വഴിയും പങ്കുവെക്കുന്നുണ്ട്. അപ്പോൾ അതിനൊന്ന് പൊളിച്ചെഴുതാനും യഥാർത്ഥമായിട്ടുള്ള കുറേ കാരണങ്ങൾ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാനായിട്ട് ഞാൻ ഈ ബ്ലോഗിനെ ഉപയോഗപ്പെടുത്തുകയാണ്. 1937 ആദ്യമായിട്ട് ഈ വൈറസിനെ പറ്റി ശാസ്ത്രലോകം അറിയുന്നത്. കഴിഞ്ഞ 70 വർഷങ്ങളായിട്ട് ഈ വൈറസിനെ പറ്റി ശാസ്ത്രലോകം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. കുതിര, ആട്, പട്ടി, ടർക്കിക്കോഴി, പന്നി, വവ്വാൽ തുടങ്ങിയ പലതരം ജീവികളിൽ നിന്നും അല്ലെങ്കിൽ ജീവികളിൽ ഈ വൈറസ് ഉണ്ട് എന്നും അത് അവരിലേക്ക് പടരുന്നുണ്ട് എന്നും ഈ 70 വർഷമായിട്ട് അവർ മനസ്സിലാക്കിയിട്ടുണ്ട്. നമ്മൾ ഇന്ന് കാണുന്ന കൊറോണ വൈറസാണ് ഈ വൈറസ് എന്ന് തെറ്റിദ്ധരിക്കരുത്. ഈ വൈറസിൻ്റെ പല വെർഷനുകളുണ്ട്. നമ്മളിപ്പോൾ മൊബൈൽ ഫോൺ ഉണ്ട്, അതിന് ആൻഡ്രോയിഡിൻ്റെ പല വെർഷൻ ഉണ്ടല്ലോ. ഇപ്പോൾ ആൻഡ്രോയിഡ് 10 ആണ്. പണ്ട് നമ്മൾ ആദ്യം കിട്ടിയത് എക്ലയർ വെർഷൻ ആയിരുന്നു. അതിനുശേഷം ഒരുപാട് വെർഷനുകൾ വന്നിട്ടുണ്ട്. മാഷ്മെല്ലോ വന്നു, നോഗട്ട് വന്നു, പൈ വന്നു, കിറ്റ്കാറ്റ് വന്നു, അങ്ങനെ ഒരുപാട് വെർഷനുകൾ വന്നിട്ടുണ്ടല്ലോ. അതുപോലെ ഈ വൈറസിൻ്റെ ആദ്യത്തെ വെർഷൻ 1937 ശാസ്ത്രലോകം കണ്ടുപിടിക്കുന്നത്. അതിനുശേഷം ഇത് ഒരുപാട് പരിവർത്തനങ്ങൾക്ക് വിധേയമായിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന വൈറസ് അല്ലെങ്കിൽ ഇപ്പോൾ ഈ രോഗം പടർത്തുന്ന വൈറസ് ഏറ്റവും പുതിയ വെർഷനാണ് എന്നാണ് നമുക്ക് പറയാൻ പറ്റുന്നത്. അത് സാഴ്സ് എന്ന വൈറസിൻ്റെ ഏറ്റവും പുതിയ വെർഷനായിട്ടാണ് നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നത്. ഇതിനെ എല്ലാം സുണോട്ടിക് എന്നാണ് അല്ലെങ്കിൽ സൂണോട്ടിക് എന്നാണ് ശാസ്ത്രലോകം വിശേഷിപ്പിക്കുന്നത്. ഇത് ഈ വൈറസെല്ലാം തന്നെ മനുഷ്യനിൽ നിന്നും മനുഷ്യനിലേക്ക് പകരുന്നതെന്നല്ല, മൃഗങ്ങളിൽ, സൂണോട്ടിക് എന്ന് വെച്ചാൽ മൃഗങ്ങളിൽ നിന്നും മനുഷ്യനിലേക്ക് പകരുന്ന വൈറസുകളായിരുന്നു ആദ്യകാലത്തെ വൈറസുകളെല്ലാം തന്നെ. അതായത് കുതിരയിൽ നിന്നും, ആടിൽ നിന്നും, പന്നിയിൽ നിന്നും, ടർക്കിക്കോഴിയിൽ നിന്നും എല്ലാം പകരുന്ന വൈറസുകൾ. ഓർത്തോ, നിഡോ, കൊറോണോ തുടങ്ങിയ ഉപവിഭാഗങ്ങളും പിരിവുകളും ഉള്ള കുടുംബത്തിലെ ഒരു വിഭാഗം വൈറസുകളുടെ കൂട്ടങ്ങളെയാണ് അല്ലെങ്കിൽ ഒരു വൈറസുകളുടെ കൂട്ടത്തിനെയാണ് പൊതുവെ കൊറോണ വൈറസുകൾ എന്ന് വിശേഷിപ്പിക്കാറ്. ഇതിനെ തന്നെ ആൽഫ കൊറോണ വൈറസ്, ബീറ്റ കൊറോണ വൈറസ്, ഡെൽറ്റ കൊറോണ വൈറസ്, ഗാമ കൊറോണ വൈറസ് എന്നിങ്ങനെ വീണ്ടും തരംതിരിക്കാറുണ്ട്. നമ്മളുടെ ഇപ്പോൾ കണ്ടുവരുന്ന വൈറസെല്ലാം തന്നെ ആൽഫ, ബീറ്റ, ഡെൽറ്റ, ഗാമ വിഭാഗത്തിൽപ്പെട്ട വൈറസുകളാണ്. ഇതിൽ തന്നെ നമുക്കിപ്പോൾ കണ്ടുവരുന്നത് സാഴ്സ് എന്ന വിഭാഗത്തിൻ്റെ ഏറ്റവും പുതിയ എഡിഷൻ അല്ലെങ്കിൽ ഏറ്റവും പുതിയ മ്യൂട്ടേഷൻ സംഭവിച്ച കൊറോണ വൈറസ് COVID-19 എന്ന വിഭാഗത്തിൽപ്പെട്ടതാണ്. കോവിഡ് വൈറസ് 19 അല്ലെങ്കിൽ കൊറോണ വൈറസ് 19ൻ്റെ പൊതുവായിട്ടുള്ള രോഗലക്ഷണങ്ങളിലേക്ക് നമുക്കൊന്ന് നോക്കാം. ഓടിച്ചുള്ള കുറേ രോഗലക്ഷണങ്ങളാണ്. എല്ലാവർക്കും അറിയാം ഈ കൊറോണ വൈറസ് ബാധിച്ചു കഴിഞ്ഞാൽ ഗന്ധമുണ്ടാവില്ല, അതുപോലെ രുചി അറിയാനുള്ള ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളതല്ല. അത് പൊതുവായ ഒരു ലക്ഷണമാണ്. കാരണം അതിൻ്റെ ന്യൂറോണുകളെ താൽക്കാലികമായിട്ട് തന്നെ അതിൻ്റെ കൊറോണ വൈറസിൻ്റെ വിഷം ഇൻഹിബിറ്റ് ചെയ്ത് കളയുന്നു. അതായത് അതിൻ്റെ പ്രവർത്തനങ്ങളെ മന്ദീഭവിപ്പിച്ച് കളയുന്നു. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഗന്ധമറിയാതെ വരിക അല്ലെങ്കിൽ രുചി അറിയാതെ വരിക എന്ന് പറയുന്ന പൊതുലക്ഷണങ്ങൾ കാണുന്നത്. ഇതല്ലാതെ തന്നെ ഈ വൈറസ് നമ്മുടെ ശരീരത്തിൽ ബാധിച്ചാൽ നമുക്ക് വരുന്ന കുറേ ലക്ഷണങ്ങളുണ്ട്, അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് സിംറ്റംസ് ഉണ്ട്. അതിന് നമുക്ക് പൊതുവായിട്ട് പനി, എല്ലാവരിലും പനി കാണണമെന്നില്ല, പക്ഷേ ഏറ്റവും അധികം ആളുകൾ, ഒരു 80% മേലെ ആളുകളിൽ കാണുന്ന ലക്ഷണമാണ് പനി. അതുപോലെ തന്നെ ചുമയുണ്ട്. ചുമ തന്നെ 2 രീതിയിൽ തന്നെ കാണുന്നുണ്ട് ആളുകൾക്ക്. ഒന്ന് വരണ്ട ചുമ, അതായത് കഫം ഇല്ലാതെയുള്ള ചുമ. രണ്ടാമത്തത് കഫത്തോടു കൂടിയുള്ള ചുമ. ഇങ്ങനെ ചുമ 2 രീതിയിലുണ്ട്. ഈ 2 രീതിയിൽ വന്നാലും കോവിഡ് വൈറസിൻ്റെ ലക്ഷണമാണ് എന്ന് മനസ്സിലാക്കാം. തൊണ്ട വരൾച്ച, നമ്മൾ സാധാരണ തൊണ്ടവേദന എടുക്കുന്നതിന് മുന്നേ തൊണ്ട വരൾച്ച വരുമല്ലോ, അതുപോലെ തൊണ്ട വരൾച്ച അസോസിയേറ്റ് ചെയ്ത് വീണ്ടും തൊണ്ടവേദന കൂടി വരിക, ഇതും കോവിഡ് വൈറസിൻ്റെ
ലക്ഷണമാണ്. ചില ആളുകൾ എന്നല്ല, മിക്ക ആളുകൾ, ഒരു 11% ആളുകളിലും വയറിളക്കം ഇതിൻ്റെ ഒരു വലിയ ലക്ഷണമായിട്ട് കാണിക്കുന്നുണ്ട്. ഓക്കാനം വരിക അല്ലെങ്കിൽ ഛർദി, ഇതും കൊറോണ വൈറസിൻ്റെ ലക്ഷണമായിട്ട് കാണിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മളിപ്പോൾ കേരളത്തിൽ, ഇപ്പോൾ ഞാൻ കോവിഡ് ട്രീറ്റ്മെൻറ്റ് സെൻ്ററിലായിരുന്നു. അപ്പോൾ അതിൻ്റെ ചാർജ് ഉണ്ടായിരുന്നതുകൊണ്ട് ധാരാളം രോഗികൾ എനിക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അവരിൽ ഞാൻ കണ്ടുവരുന്ന ഏറ്റവും വലിയ ഒരു സിംറ്റം, ഇപ്പോൾ കാണുന്ന സിംറ്റം എന്ന് പറഞ്ഞാൽ മയാൾജിയ, ആർത്രാൾജിയ, ഈ 2 സിംറ്റംസാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത് വെച്ചാൽ മയാൾജിയ എന്ന് പറഞ്ഞാൽ നമുക്ക് പേശി വേദന എന്ന് പറയും. മസിൽസുകളിലും മറ്റ് പേശികളിലൊക്കെ ഭയങ്കരമായ വേദന എടുക്കില്ലേ, പനി ബാധിച്ച് കൂടുമ്പോൾ, പനി അല്ലെങ്കിൽ പനിയുടെ ലക്ഷണം കൂടി കഴിയുമ്പോൾ നമുക്ക് വല്ലാതെ ദേഹം വേദന എടുക്കുന്ന ഒരവസ്ഥയിലേക്ക് വരും. അതിന് നമ്മൾ പറയുക മയാൾജിയ എന്നാണ്, അല്ലെങ്കിൽ പേശി വേദന എന്നൊരവസ്ഥയുണ്ട്. അത് ഈ കൊറോണ വൈറസ് ബാധിച്ചവരിൽ ധാരാളമായിട്ട് കാണുന്നുണ്ട്. ഇത് പനിയോട് കൂടിയോ പനി ഇല്ലാതെയോ വരാം. അതായത് ചിലർക്ക് പനിയുണ്ട്, ദേഹം വേദനയുണ്ട്. ചില ആളുകൾക്ക് പനി ഉണ്ടാവില്ല, പക്ഷേ കഠിനമായിട്ടുള്ള പേശി വേദനകൾ ഇത് സാധാരണയായിട്ട് ഇപ്പോൾ കാണുന്നുണ്ട്. രണ്ടാമത്തത് ആർത്രാൾജിയാണ്, അല്ലെങ്കിൽ സന്ധികളിലെ വേദനയാണ് ആർത്രാൾജിയ എന്ന് പറയുന്നത്. ആർത്രാൾജിയും ഒരുപാട് ആളുകൾക്ക് ഇപ്പോൾ കണ്ടുവരുന്നുണ്ട്. സാധാരണ അസ്ഥികളിലെ തേയ്മാനം, അല്ലെങ്കിൽ എന്താ പറയുക, ഡീജനറേറ്റീവ് ആർത്രൈറ്റിസ് എന്ന കണ്ടീഷനിലേക്കുള്ള അവസ്ഥയിൽ നമുക്ക് വല്ലാതെ സന്ധികളിലെ വേദന, മുട്ടുകളിലെ വേദന, കൈകാൽ മുട്ടുകളിലെ വേദനയൊക്കെ അനുഭവപ്പെടുമല്ലോ. പ്രായമായവരിലാണ് അത് ഏറ്റവും കൂടുതൽ കാണാറ്. പക്ഷേ ഇപ്പോൾ ആളുകളിൽ ഒരുപാട് പേരിൽ 24, 25 വയസ്സ്, അല്ലെങ്കിൽ 25, ഞാൻ കാറ്റഗറൈസ് ചെയ്താൽ 25 മുതൽ 30 വരെ, 30 മുതൽ 35 വരെ, ഒരു 40 വയസ്സ് വരെയുള്ള ആളുകളിൽ കോവിഡ് വന്നതിന് ശേഷം, കോവിഡ് വരുമ്പോഴും ആ കോവിഡ് ഉള്ള സമയത്തും ശക്തമായ ആർത്രാൾജിയ അല്ലെങ്കിൽ പേശി വേദനയും സന്ധി വേദനയും ഒരുപോലെ തന്നെ അനുഭവപ്പെടുന്നതായിട്ട് കാണാറുണ്ട്. ഇത് ഒരു ലക്ഷണമാണ്. നമ്മൾ മൂക്കൊലിപ്പ് പറഞ്ഞു, പനി പറഞ്ഞു, അതുപോലെ തുമ്മലും ജലദോഷം, അത് ഞാൻ പ്രത്യേകം പറയുന്നില്ല, അത് തുമ്മലും ജലദോഷം ഇതെല്ലാം അസോസിയേറ്റ് ചെയ്ത് വരുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് നമ്മളെപ്പോഴും മാസ്ക് വെക്കാനും, അതുപോലെ തുമ്മുമ്പോൾ വളരെ കൃത്യമായി, വളരെ കാര്യമായിട്ട് നമ്മൾ നോക്കിയും കണ്ടൊക്കെ തുമ്മണം, പൊതു രീതിയിൽ ഉറക്കെ തുമ്മരുത് എന്നുള്ള ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ പറയുന്നത്. ഇതുപോലെ തന്നെ ഒരു സൈലൻ്റ് ആയിട്ടുള്ള ലക്ഷണമായിട്ട് വരുന്നത് നമുക്ക് ചോക്കിങ് അല്ലെങ്കിൽ ബ്രീത്തിങ് ആയിട്ട് നമുക്ക് ശ്വാസം വലിക്കാനുള്ള ബുദ്ധിമുട്ട് എന്ന് പറയുമ്പോൾ അത് കിതപ്പായിട്ടും അനുഭവപ്പെടാം. ആ ശ്വാസം വലിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടല്ലോ, ഈ ശ്വാസം വലിക്കാനുള്ള ബുദ്ധിമുട്ടെന്ന് പറയുമ്പോൾ നമ്മളിതിപ്പോൾ, ഞാൻ ഉദാഹരണം എൻ്റെ നോക്കുള്ളൂ, ഇത് ഇൻസ്പിറേഷൻ എന്ന് പറയും, ഇത് എക്സ്പിറേഷൻ, അത് പുറത്തേക്ക് വിടുന്നു, അകത്തേക്ക് വലിക്കുന്നു. ഇത് ശ്വാസം വലിക്കാനുള്ള, ഇത് നോർമൽ ബ്രീത്തിങ് ആണ്. ശ്വാസം വലിക്കാനുള്ളൊരു ബുദ്ധിമുട്ട് എന്ന് പറയുമ്പോൾ ചോക്കിങ്, ബ്രീത്തിങ് ഡിഫിക്കൽറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ കുറച്ചും ദൂരം നടന്ന് കഴിയുമ്പോൾ ഒരു കിതപ്പ് അനുഭവപ്പെടും. ഇത് നമ്മുടെ കോവിഡ് SARS-2 അല്ലെങ്കിൽ കോവിഡിൻ്റെ ഒരു ലക്ഷണമാണ്. അതുപോലെ തന്നെ വലിച്ചു കഴിഞ്ഞാൽ നമുക്ക് അകത്തേക്ക് വലിക്കുന്നു, പുറത്തേക്ക് പോകുന്നില്ല, ആ ഒരു ലെവലിൽ നിൽക്കുന്നു. ആ ഒരു ലെവലിൽ നമുക്കൊരു എന്താ പറയുക, ഒരു പോസ് അടിച്ചാൽ മതി, നമ്മൾ റേഡിയോ പോകുമ്പോൾ പോസ് അടിച്ചാൽ മതി നിൽക്കുമല്ലോ, അതും ഈ കോവിഡിൻ്റെ ലക്ഷണമാണ്. ഈ കോവിഡിൻ്റെ ലക്ഷണം ഇപ്പോൾ ഞാൻ പറഞ്ഞ കോവിഡിൻ്റെ ലക്ഷണമാണ് ഹൈപ്പോക്സിയ എന്ന അവസ്ഥയിലേക്കൊക്കെ പോകുന്നതിൻ്റെ ഏറ്റവും വലിയ സിഗ്നൽ അല്ലെങ്കിൽ ഇൻഡിക്കേറ്ററായിട്ട് വർക്ക് ചെയ്യുന്നത്. അതിലേക്ക് ഞാൻ വരാം. നമ്മൾ ലക്ഷണങ്ങൾ, ഇപ്പം പൊതുവായിട്ടുള്ള ലക്ഷണങ്ങൾ, അല്ലെങ്കിൽ ലോകാരോഗ്യ സംഘടന പൊതുവിൽ പറയുന്ന ലക്ഷണങ്ങളാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത്. ഇനി ലോകാരോഗ്യ സംഘടന പറഞ്ഞിട്ടില്ലെങ്കിലും നമ്മൾ ഇപ്പോൾ ഈ കോവിഡ് ട്രീറ്റ്മെൻറ്റ് സെൻറ്ററിൽ കണ്ടുവരുന്ന ലക്ഷണങ്ങളുണ്ട്. കാരണം അസുഖങ്ങൾ വന്നതിനാൽ, കോവിഡ് വന്നതിന് ശേഷം രോഗികളിൽ ഉണ്ടായ ലക്ഷണങ്ങൾ, അത് ഇതുവരെ യാതൊരു കുഴപ്പമുണ്ടായിരുന്നില്ല. രോഗിക്ക് പനി വന്നു, അല്ലെങ്കിൽ കോവിഡ് വന്നതിന് ശേഷം അസുഖമുണ്ടായി. കുറേ അസുഖങ്ങൾ, അസോസിയേറ്റഡ് സിംറ്റംസ് എന്ന് പറയും, അല്ലെങ്കിൽ ഉപദ്രവവ്യാധികൾ എന്ന് പറയും. ഒരു പ്രധാന വ്യാധിയായ കോവിഡ് എന്ന അസുഖം വന്നതിന് ശേഷം അതിൻ്റെ ഉപദ്രവങ്ങളായിട്ട്, അല്ലെങ്കിൽ അതിനെ പിൻപറ്റി വരുന്ന കുറേ അസുഖങ്ങളുണ്ട്. അത് അങ്ങനത്തെ ലിസ്റ്റ് ഓഫ് ഡിസീസസ് അത് നമ്മളുടെ പ്രാക്ടീസിൽ, കോമൺ പ്രാക്ടീസിൽ ഇപ്പോൾ കണ്ടുവരുന്നതാണ് ഞാൻ പറയുന്നത്. അത് ലോകാരോഗ്യ സംഘടനയായിട്ട് ബന്ധം അവർ പ്രഖ്യാപിച്ചിട്ടില്ല എന്നാണ് എൻ്റെ അറിവ്. ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല. ഭാവിയിൽ ഗവേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഭാവിയിൽ അത് ഉൾപ്പെടുത്തും എന്ന് തന്നെയാണ് അറിവ്. കാരണം ഈ കഴിഞ്ഞ ദിവസം പത്രത്തിലാണ് അവർ വന്നിട്ടുള്ളൂ. കാരണം ഇതിന് മൾട്ടിപ്പിൾ ഓർഗൻ ഫെയിലിയർ സിൻഡ്രോം കുട്ടികളിൽ ധാരാളമായിട്ട് ഉണ്ടാകുന്നുണ്ട് എന്നിപ്പോൾ കാണുന്നുണ്ട്. മൾട്ടിപ്പിൾ ഓർഗൻ ഫെയിലിയർ സിൻഡ്രോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ പക്ഷാഘാതം അല്ലെങ്കിൽ സ്ട്രോക്ക് ഇതിൻ്റെ ലക്ഷണമായിട്ട്, കോംപ്ലിക്കേഷനായിട്ട്, ഇതിൻ്റെ ഈ നമ്മുടെ കോവിഡ് വന്നു കഴിഞ്ഞാലുള്ള കോംപ്ലിക്കേഷനായിട്ട് കാണാം. ഹാർട്ട് അറ്റാക്ക് ഇതിൻ്റെ കോംപ്ലിക്കേഷനായിട്ട് കാണിക്കുന്നുണ്ട് എന്ന് ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ളത്. പക്ഷേ കുട്ടികളിലാണ് ഇവർ പറഞ്ഞേക്കണേ പഠനം. പക്ഷേ കുട്ടികളിലല്ല, വലിയ ആളുകളിൽ കാണുന്നുണ്ടെന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം. ഞാനവിടെ കണ്ടുവരുന്ന ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ചാൽ, ഇത് കണ്ട് ഒരു പ്രായം അധികമില്ലാത്ത, നമ്മൾ നേരത്തെ പറഞ്ഞ കാറ്റഗറി ഇല്ലേ, അതായത് 25 വയസ്സിൽ 35 വയസ്സിനിടയ്ക്കുള്ള ആളുകളിൽ ഡയബറ്റീസ് ഇല്ലാത്ത ആളുകൾക്ക് ഈ കോവിഡ് വന്നതിന് ശേഷം ഡയബറ്റീസ് അതായത് ഒരു ഇൻഡ്യൂസ്ഡ് ഡയബറ്റീസ് ആയിട്ട് വരുന്നൊരവസ്ഥ കാണുന്നുണ്ട്. ഇത് കാരണം എന്താണെന്ന് വെച്ചാൽ, ചിലർക്ക് വളരെ ദാഹം വന്നപ്പോൾ നമുക്കൊരു സംശയത്തിൻ്റെ ഇതുള്ളതുകൊണ്ട് നമ്മൾ ജസ്റ്റ് അവരോട് ചോദിക്കും, നിങ്ങൾക്ക് പ്രമേഹമുണ്ടോ? അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചിട്ടാണ് രോഗി എടുത്ത് ചോദിക്കുന്നത്. അപ്പോൾ അവർക്ക് ആർക്കും പ്രമേഹത്തിൻ്റെ ഒരു ഹിസ്റ്ററി അല്ലെങ്കിൽ ചരിത്രം ഇല്ല അവർക്ക്. പക്ഷേ ഈ ലക്ഷണങ്ങളെല്ലാം പ്രമേഹത്തിൻ്റെയാണ് അവർ പറയുന്നതല്ല. അപ്പോൾ നമുക്ക് അങ്ങനെ സംശയം വരുമ്പോൾ നമ്മളെന്തായാലും നമ്മളവരെ
ബ്ലഡ് എടുത്ത് ടെസ്റ്റ് ചെയ്ത് നോക്കും. അങ്ങനെ RBS റാൻഡം ബ്ലഡ് ഷുഗർ ടെസ്റ്റ് നമ്മൾ നടത്തി നോക്കിയപ്പോൾ ഇവർക്കെല്ലാം തന്നെ റാൻഡം ബ്ലഡ് ഷുഗർ ലെവൽ 200-ന് മേലെയാണ് എന്ന അത്ഭുതകരമായിട്ടുള്ളൊരു അവസ്ഥയാണ് കണ്ടത്. ഞാൻ പറയുന്നത് എല്ലാവർക്കും തന്നെ അത് വന്നു എന്നല്ല, ധാരാളം ആളുകൾക്ക് വന്നു എന്നാണ്. ഇനി ഇതിൻ്റെ വീഡിയോ ക്ലിപ്പ് ഇട്ടിട്ട് ഒരു ഡോക്ടർ ഇങ്ങനെ അഭിപ്രായപ്പെട്ടു, കോവിഡ് വന്നവർക്കെല്ലാം തന്നെ പ്രമേഹം വന്നു എന്ന് തെറ്റിദ്ധാരണ പരത്തുന്ന വാർത്തകളൊന്നും ദയവ് ചെയ്ത് പരത്തരുത്. നമ്മളുടെ അനുഭവത്തിൽ കണ്ടുവരുന്ന കുറച്ച് ആളുകൾക്ക് ഇങ്ങനെ കണ്ടുവരുന്നു എന്നാണ് എൻ്റെ അഭിപ്രായമല്ല, നമ്മൾ കണ്ട കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. അതുപോലെ ഈ പേശി വലിവും അതുപോലെ നമ്മൾ ഈ പേശി വേദന പറഞ്ഞു, മയാൾജിയ ആൻഡ് ആർത്രാൾജിയ, അതിനുശേഷവും ആളുകൾക്ക് പറയുന്നുണ്ട്, ശ്വാസം മുട്ട് ആളുകൾക്ക് പറയുന്നുണ്ട്. അപ്പോൾ ഇത് ആർക്കൊക്കെയാണ് ഏറ്റവും കൂടുതലായിട്ട് ബാധിക്കുക എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ സിവിയർ അല്ലെങ്കിൽ സീരിയസ്നെസ് ഏറ്റവും കൂടുതൽ ബാധിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന കാറ്റഗറിയിലുള്ള അസുഖമുള്ള ആളുകൾക്കാണ് ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കുകയും ചെയ്യുക വന്നു കഴിഞ്ഞാൽ. അപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, പ്രമേഹമുള്ള ഒരാൾക്ക് അല്ലെങ്കിൽ റെസ്പിറേറ്ററി കംപ്ലയിൻറ്റ് COPD, ക്രോണിക് ഒബ്സ്ട്രക്റ്റീവായിട്ടുള്ള പൾമണറി എന്തെങ്കിലും ഡിസീസ് അല്ലെങ്കിൽ സിൻഡ്രോം ഉള്ള ആളുകൾക്ക് ഈ അസുഖം വന്നു കഴിഞ്ഞാൽ, കോവിഡ് വന്നു കഴിഞ്ഞാൽ അത് ഗുരുതരമായി ബാധിച്ചേക്കാം. ഹാർട്ടിൻ്റെ പ്രോബ്ലം എന്തെങ്കിലും, ഹാർട്ടിനെ ബാധിക്കുന്ന എന്തെങ്കിലും തരത്തിലുള്ള അസുഖങ്ങൾ, ഹൈപ്പർ ടെൻഷൻ ആവാം, അല്ലെങ്കിൽ കാർഡിയക് ബ്ലോക്ക് ആവാം, അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള അസുഖങ്ങൾ ഉള്ളവർക്കും ഈ കോവിഡ് ബാധിച്ചാൽ അത് സീരിയസ് ആയിട്ട് പിന്നെ വരാനായിട്ട് സാധ്യതയുണ്ട്. എല്ലാവർക്കും വരണമെന്നല്ല, സാധ്യതയുണ്ട്. അതിനെ വെച്ചാൽ നമ്മൾ കാറ്റഗറൈസ് ചെയ്യുന്നുണ്ട്, അത് ഞാൻ വഴിയെ പറയാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. പിന്നെ കുട്ടികളിൽ ഇത് അധികം സീരിയസ് ആയിട്ട് കണ്ടിട്ടില്ല, പക്ഷേ സീരിയസ് ആവും എന്നല്ല ഞാൻ പറഞ്ഞത്. കുട്ടികളിൽ ഇത് പെട്ടെന്ന് മാറുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷേ കുട്ടികളിൽ വന്നാൽ സീരിയസ് ആവുമെന്ന് വെച്ചാൽ, കുട്ടികൾക്ക് സീരിയസ് ആവുന്നതിൻ്റെ കാരണം എന്ന് വെച്ചാൽ, കുട്ടികൾക്ക് ഒരിക്കലും നമുക്ക് ലക്ഷണം പറയാൻ പറ്റില്ല. എനിക്ക് ഇന്ന അസുഖമുണ്ട് അല്ലെങ്കിൽ ഇന്ന അസുഖമില്ല എന്നൊരു ലക്ഷണം കുട്ടിക്ക് പറയാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെ ഏർലി ഡയഗ്നോസിസോ അല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ സിംറ്റം വൈസാണ് ചിലപ്പോൾ കിട്ടില്ല. ഞാനിപ്പോൾ കുറേ ലക്ഷണങ്ങൾ പറഞ്ഞല്ലോ കോവിഡിൻ്റെ, അതിനകത്ത് ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ അസിംറ്റമാറ്റിക് അല്ലെങ്കിൽ സിംറ്റം ഇല്ലാതെയും ധാരാളം വരുന്നുണ്ട് കേസുകൾ. അപ്പോൾ ഇങ്ങനത്തെ കേസുകളിൽ നമുക്ക് ഈ കോൺടാക്റ്റ് ഹിസ്റ്ററി എടുത്ത് വെച്ചിട്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ കോൺടാക്റ്റുള്ള ആളുകൾക്ക് അങ്ങനെ കോൺടാക്റ്റ് ഉണ്ടായതുകൊണ്ട് ജസ്റ്റ് ചെക്ക് ചെയ്ത് കോവിഡ് കൺഫേം ചെയ്യുന്ന ടെസ്റ്റുകളാണ്. അത് ഒരുപാട് കേസുകൾ അസിംറ്റമാറ്റിക് എന്ന കാറ്റഗറിയിലായിട്ട് അല്ലെങ്കിൽ ലക്ഷണങ്ങളില്ലാത്ത കാറ്റഗറിയിലേക്ക് പെടുത്തുന്നതായിട്ട് ഞങ്ങൾക്ക് വന്നിട്ടുണ്ട്. കാരണം ലക്ഷണമൊന്നുമില്ല, അങ്ങനെയുള്ളവരാണ് ഏറ്റവും പ്രശ്നക്കാരായിട്ട് വരുന്നത്. കാരണം നിങ്ങൾക്ക് അസുഖം ഇല്ലെങ്കിൽ നമ്മളിപ്പോൾ എല്ലാ സർക്കാർ പറയുന്ന അനുസരിച്ച് നമ്മൾ അനുസരിക്കുന്നില്ല, പുറത്തേക്ക് ഇറങ്ങി നടക്കുകയാണ്. അതുകൊണ്ടാണ് ഇത് ഇത്രയും സ്പ്രെഡായത്. സർക്കാരിൻ്റെ കയ്യിലല്ല കുറ്റം. സർക്കാർ എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ തന്നെയാണ്. നമ്മളുടെ അടുത്ത് കുറേ ഡൂസ് ആൻഡ് ഡോട്ട്സ്, ചെയ്യേണ്ട കാര്യങ്ങളും ചെയ്താത്ത കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്, നമ്മളത് ചെയ്യുന്നില്ല. അതുകൊണ്ടാണിത് ഏറ്റവും കൂടുതൽ ആളുകളിലേക്ക് പടർന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ലക്ഷണങ്ങൾ കുറേ സർക്കാർ പറഞ്ഞിട്ടുണ്ട്, ഇന്ന കാര്യങ്ങളുള്ളപ്പോൾ നിങ്ങളിങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മളത് മൈൻഡ് പോലും ചെയ്യുന്നില്ല, നമ്മൾ നോക്കുന്നുണ്ടോ എന്ന് പോലും എനിക്കറിയില്ല. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ ലക്ഷണങ്ങളുള്ളവർ, അല്ലെങ്കിൽ ലക്ഷണങ്ങളില്ലാത്തവരും കുറേ പേര് പുറത്തിറങ്ങി നടക്കും. അപ്പോൾ ലക്ഷണങ്ങളില്ലാത്തവർ പുറത്തിറങ്ങി നടക്കുമ്പോൾ ഇല്ലാത്ത ഒരാളിൽ നിന്നും കൊറോണ വേറൊരാളിലേക്ക് പോകാനുള്ള സാധ്യത കൂടുതലാണ്. നമ്മൾ ഈ അസുഖം എങ്ങനെ രോഗികളിൽ നിന്നും മറ്റുള്ളവരിലേക്ക് പകരുന്നു എന്ന് ഒരുപാട് കോൺട്രവേഴ്സികൾ പോരുന്നുണ്ട്. കാരണം നമ്മൾ ഒരു പേപ്പറിൽ കാണുന്നുണ്ട്, ഇത് ഈ കൊറോണ വൈറസിൻ്റെ ഏറ്റവും പുതിയ കണ്ടുപിടുത്തം അത് പ്ലാസ്റ്റിക്കിൽ ഇത്ര ദിവസം നിൽക്കും, റബ്ബറിൽ എത്ര ദിവസം നിൽക്കും, സ്റ്റീലിൽ എത്ര ദിവസം നിൽക്കും, അലൂമിനിയം എത്ര ദിവസം നിൽക്കും, അങ്ങനെ ഒരുപാട് പഠനങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൽ പല പഠനങ്ങളും തെറ്റിദ്ധാരണകൾ പരത്തുന്നതാണ്. കാരണം നമ്മൾ പേപ്പർ വിശ്വസിച്ച് അല്ലെങ്കിൽ മാധ്യമങ്ങളെ വിശ്വസിച്ചിട്ടാണ് പല ആളുകളും പല കാര്യങ്ങളും അറിയുന്നത്. അപ്പോൾ ഇതിനകത്ത് എത്രമാത്രം സത്യസന്ധമായ കാര്യങ്ങളാണ് പുറത്തേക്ക് വിടുന്നതെന്നുള്ളത് നമുക്കറിയില്ല. അതൊരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഇവർക്ക് പറയുന്നുണ്ടല്ലോ, നമ്മുടെ ഈ സ്റ്റീലിൽ നിൽക്കുന്നുണ്ട്, പേപ്പറിൽ നിൽക്കുന്നുണ്ട്, ഇതെല്ലാം പറയുന്നുണ്ട്. ഇത് ഒരു കണ്ടീഷൻ, ലാബോറട്ടറി കണ്ടീഷനിൽ ഇതൊരു സ്റ്റീൽ, അതിൽ ഞാൻ ഒരു ഉദാഹരണമാണ് ഇപ്പോൾ പറയുന്നത്. ഒരു ഉദാഹരണത്തിന് ഒരു പേപ്പർ, ആ പേപ്പറിൽ കൊറോണ വൈറസിൻ്റെ സാന്നിധ്യം അവർ സ്ഥിരീകരിച്ചതിന് ശേഷം അതിനെ ഒരു ക്ലിനിക്കൽ കണ്ടീഷൻ അല്ലെങ്കിൽ ഒരു ലാബോറട്ടറി കണ്ടീഷനിൽ അവർ വയ്ക്കും. ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചർ ഉണ്ടാവും, അങ്ങനെ ഒരുപാട് അനുബന്ധ കണ്ടീഷൻ ഉണ്ടാവും. ഇതിലവർ വെച്ചിട്ട് ഇത് എത്ര നേരം ആ വൈറസ് അവിടെ ആക്റ്റീവായിട്ട് അല്ലെങ്കിൽ ജീവനോടെ ഉണ്ടാകും എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഇത് പറയുന്നത്. ഇത് നോർമലായിട്ടുള്ള കണ്ടീഷനുകളിൽ ഇത് വേരിയാകും, അല്ലെങ്കിൽ ഇത് മാറ്റം വന്നുകൊണ്ടിരിക്കുന്നതിന്. നമ്മൾ ഈ വൈറസ് എന്ന് പറഞ്ഞൊരു ജീവനുള്ള വസ്തു അല്ല, അതൊരു കോശത്തിലെത്തുമ്പോഴാണ് ജീവൻ ഉണ്ടാകുന്നതെന്ന് അറിയും. അത് എല്ലാവർക്കും അറിയാവുന്നല്ലോ. വൈറസിനെ പറ്റി ഒരു വലിയ വ്ളോഗ് തന്നെ ചെയ്യണമെന്ന് എനിക്ക് താല്പര്യമുണ്ട്, ഒരു ആഗ്രഹമുണ്ട്. കാരണം വൈറസിനെ പറ്റി മാത്രമായിട്ട് പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിനെപ്പറ്റി ഞാൻ ഒരുപാട് പറഞ്ഞ് ഈ വീഡിയോ പരത്തുന്നില്ല. അപ്പോൾ ഈ കൃത്യമായിട്ട് ഇത് എങ്ങനെ എവിടെയൊക്കെ പരക്കും അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണ് നിൽക്കുന്നതെന്നും അതിൻ്റെ ആയുസ് എത്രയാണെന്നും അല്ലെങ്കിൽ അത് അവിടെ ആക്റ്റീവായിട്ടിരിക്കുന്ന സ്ഥലങ്ങൾ എവിടേക്കാണെന്നും പറയാൻ പറ്റുന്നില്ല. പിന്നെ നമ്മൾ പേപ്പർ, എനിക്കൊരു ഏറ്റവും രസകരമായിട്ടുള്ളൊരു വാർത്ത ഞാൻ വാർത്ത വായിച്ചതല്ല, അതൊരു സയൻറ്റിഫിക് ജേണലാണ്. സയൻറ്റിഫിക് ജേണലിൽ പ്രസിദ്ധീകരിച്ച, സയൻറ്റിഫിക് ജേണലിൽ പ്രത്യേക ലക്ഷ്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് അവർ പറഞ്ഞൊരു കാര്യം, ന്യൂസ് പേപ്പർ ഉണ്ടല്ലോ, നമ്മൾ സാധാരണ ന്യൂസ് പേപ്പറിൽ ഏകദേശം 24 മണിക്കൂർ വരെ ഇത് ആക്റ്റീവായിട്ട്
ഇരിക്കുമെന്നാണ് പറയുന്നത്. ദൈവഗുരുത്വം കൊണ്ട് അല്ലെങ്കിൽ ദൈവം സഹായിച്ചുകൊണ്ട് ഒരു ന്യൂസ് പേപ്പർ നമ്മളോട് ഈ കാര്യം പറയില്ല. കാരണം അവരെ സർക്കുലേഷനെ ബാധിക്കും. രാവിലെ ഈ ന്യൂസ് പേപ്പർ അടിച്ചതിന് ശേഷം ഒരുപാട് പേര് ആളുകൾ കൈകാര്യം ചെയ്തിട്ടാണ് നമ്മുടെ കയ്യിലെത്തണേ. അപ്പോൾ ഞാൻ പറയുന്ന നാളെ മുതൽ നിങ്ങളെല്ലാ പേപ്പറുകളും നിർത്തിക്കൊണ്ട് നിങ്ങൾ വീട്ടിൽ പേപ്പർ വായിക്കേണ്ടതെന്നല്ല. ഇതൊരു സാധ്യതയാണ്. കാരണം വൈറസ് അങ്ങനെ ജീവിക്കുന്ന അവർ സയൻറ്റിഫിക്കലി അവർ പ്രൂവണാണ്. പേപ്പറിൽ വൈറസ് 24 അവർ ജീവിക്കുമെന്ന് സയൻറ്റിഫിക്കലി പ്രൂവൺ ആയിട്ടുള്ള കാര്യമാണ്. എന്ന് കരുതി എല്ലാ കണ്ടീഷനിലും അങ്ങനെ അല്ല വരും എന്നല്ല പറയുന്നത്. മനസ്സിലായില്ലേ? ഇപ്പോൾ 120/80 എന്നുള്ള നമ്മുടെ ശരീരത്തിൻ്റെ BP ലെവൽ എല്ലാവരിലും എല്ലാ കണ്ടീഷനിലും ഉണ്ടാവണമെന്നില്ല. ഒരാളിൽ തന്നെ എപ്പോഴും അത് കാണണമെന്നില്ലല്ലോ. അതുപോലെ വൈറസ് കണ്ടേക്കാം, ഒരു പോസിബിലിറ്റിയാണ് അവിടെ പറയുന്നത്. മനസ്സിലായില്ലേ? ഇനി ഞാനിപ്പോൾ ഞാൻ ഒരുപാട് നീട്ടി പറയുന്നില്ല. നമുക്കിനി ഇതിൻ്റെ ഡയഗ്നോസിസ് പ്രോട്ടോക്കോളിലേക്ക് അല്ലെങ്കിൽ ഇതിൻ്റെ ഡയഗ്നോസിസ് പ്രോട്ടോക്കോളിലേക്ക് കിടക്കാം. അതിന് മുന്നേ ആയിട്ട് കുറച്ച് എങ്ങനെ പരക്കും എന്നുള്ള കുറേ കാര്യങ്ങൾ ഇപ്പോൾ ഞാൻ പറഞ്ഞു. അതിനെപ്പറ്റി കോൺട്രവേഴ്സികൾ ഒരുപാടുണ്ട്. അതുകൊണ്ട് ഞാൻ അധികം അതിനകത്ത് സംസാരിക്കുന്നില്ല. പരക്കുന്ന രീതിയുണ്ട്. പക്ഷേ ഇത് ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നത് രണ്ട് വഴികൾ, അല്ലെങ്കിൽ 2 അല്ല 3 വഴികൾ, പ്രധാനമായും 3 വഴികളിലൂടെ മാത്രമാണ് ഇത് ശരീരത്തിലേക്ക് പ്രവേശിക്കുകയുള്ളൂ. അത് ഞാൻ പറയുകയാണെങ്കിൽ നമ്മുടെ ഒരു മൂക്ക് വഴി, ശ്വാസകോശം വഴി, അതായത് മൂക്ക് വഴി ശ്വാസകോശം വഴി പ്രവേശിക്കും, അല്ലെങ്കിൽ വായ വഴി, അല്ലെങ്കിൽ നമ്മുടെ കണ്ണിൻ്റെ കൺജൻറ്റേവ വഴി. അപ്പോൾ ഈ 3 സ്ഥാനങ്ങളും കൃത്യമായിട്ട് നിങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് ഒരു പരിധി വരെ ഒരു 99% എന്ന് തന്നെ പറയാം, 99% നമുക്ക് വൈറസ് നമ്മുടെ ശരീരത്തിനകത്ത് അകത്തേക്ക് പ്രവേശിക്കാതിരിക്കാനായിട്ട് സാധിക്കും. കാരണം ഇതുവഴി മാത്രമാണ് ശരീരത്തിനകത്തേക്ക് വൈറസ് പ്രവേശിക്കാൻ പറ്റുള്ളൂ. ഒരാൾക്കിപ്പോൾ വൈറസ് ഉള്ള ഒരാളുടെ കയ്യിൽ ഹസ്തദാനം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വൈറസ് നമ്മുടെ ശരീരത്തിൽ വരും. പക്ഷേ നമ്മുടെ ശരീരത്തിൻ്റെ തൊലിപ്പുറത്തേ അത് വരുള്ളൂ. തൊലിപ്പുറത്ത് നിൽക്കുന്ന വൈറസ് ആക്റ്റീവ് ആവില്ല. ശരീരത്തിനുള്ളിൽ ചെന്നാൽ മാത്രമാണ് വൈറസ് ആക്റ്റീവ് ആവുകയുള്ളൂ. അത് ഉറപ്പാണ്, 100% ഉറപ്പാണ്. അതുകൊണ്ടാണ് നമ്മൾ എവിടെ തൊട്ടാലും നമ്മൾ കൈ കഴുകണം, സാനിറ്റൈസ് ചെയ്യണം എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. അല്ലാതെ നമ്മുടെ കയ്യിൽ ഒരു കൊറോണ പേഷ്യൻറ്റിൻ്റെ സ്രവം കൈകളിൽ തെറിച്ചു എന്ന് വെച്ചിട്ട് വൈറസ് അതുവഴി കയറി നമ്മുടെ മേത്തേക്ക് കയറില്ല, ദേഹത്തേക്ക് കയറില്ല. അത് തെറ്റിദ്ധാരണയാണ്. നമുക്ക് കൃത്യമായിട്ട് നമ്മൾ കൈ സാനിറ്റൈസ് ചെയ്യണം എന്ന് പറയുന്ന വൈറസിനെ കില്ല് ചെയ്യണം, മാക്സിമം അതിനെ ഒഴിവാക്കണം. അതിന് വേണ്ടിയാണ്. അപ്പോൾ പ്രധാനമായും ഈ 3 സ്ഥലങ്ങൾ നിങ്ങൾ സൂക്ഷിക്കുക. അതുകൊണ്ട് നിർബന്ധമായും വായും മൂക്കും മൂടിക്കൊണ്ട് മാസ്ക് ധരിക്കണം എന്ന് പറയുന്നത്. പറ്റുമെങ്കിൽ ഗോഗിൾസ് അല്ലെങ്കിൽ ഗ്ലാസസ്, ഫേസ് ഷീൽഡ്. ഇപ്പോൾ ഫേസ് ഷീൽഡ് ഏറ്റവും കൂടുതൽ ഡോക്ടർമാർ ഉപയോഗിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ കൺജൻറ്റീവ, കണ്ണിൽ വരുന്നതെന്ന് കൃത്യമായ പഠനങ്ങളുള്ളതുകൊണ്ടാണ് നമ്മളെപ്പോഴും ഫേസ് ഷീൽഡ് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ എപ്പോഴും രോഗികളെ നോക്കുക. അപ്പോൾ ഈ 2 രീതികളിലാണ് മാക്സിമം ശരീരത്തിലേക്ക് വൈറസ് കയറിയുള്ളൂ. ഇനി നമുക്ക് ഈ കയറിയ വൈറസിനെ നമുക്ക് അറിയാനായിട്ട് പറ്റുന്നത് രോഗലക്ഷണങ്ങൾ പറഞ്ഞു. രോഗലക്ഷണങ്ങളില്ലാതെ കോൺടാക്റ്റ് വഴി ചെയ്യാനായിട്ട് അറിയാനായിട്ട് പല മെത്തേഡുകളുണ്ട്. ഇപ്പോൾ ഏറ്റവും രസകരം, ഇപ്പോൾ പലരും ചോദിക്കാറുണ്ട്, രസകരമായിട്ടൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ രക്തം പരിശോധിച്ച് അറിയാൻ പറ്റുമോ സാറേ എന്ന് ചോദിച്ച് പലരും വരാറുണ്ട്. രക്തം പരിശോധിച്ച് അറിയാൻ പറ്റും, പക്ഷേ 2 ആഴ്ച എടുക്കും. അപ്പോഴത്തേക്കും രോഗി ചിലപ്പോൾ മേപ്പോട്ട് പോകും. അതാണ് അതിൻ്റെ പ്രശ്നം. രക്തം പരിശോധിച്ചറിയാനുള്ള സംവിധാനങ്ങൾ അധികം വികസിപ്പിച്ചിട്ടുമില്ല നമ്മുടെ നാട്ടിൽ. പരിശോധിച്ച് അറിയാമെന്ന് തന്നെയാണ്, രക്തം പരിശോധിച്ച് കണ്ടുപിടിക്കാം എന്നുള്ളതാണ് ഏറ്റവും ഒരു നിഗൂഢമായൊരു കാര്യം. പക്ഷേ അതധികം പുറത്തേക്ക് വന്നിട്ടില്ല എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അതുകൊണ്ട് കാര്യമില്ല, ഉപകാരമില്ലാത്തൊരു കാര്യമാണ്. രക്തത്തിൽ നമ്മൾ ഒരു പരിശോധന അറിഞ്ഞ് 2 ആഴ്ച കഴിയുമ്പോഴത്തേക്കും രോഗിയുടെ അവസ്ഥ എന്താണെന്ന് അറിയില്ല. അതുവരെ രോഗി കുറേ പേർക്ക് പരത്തും, രോഗിയുടെ അവസ്ഥ മൂർച്ഛിക്കുകയും ചെയ്യും. അപ്പോൾ നമ്മൾ 2 രീതിയാണ് ഇപ്പോൾ അവലംബിക്കുന്നത്. നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ സ്വാബ് എടുക്കുകയെന്ന് വെച്ചാൽ മൂക്കിൽ നിന്നും വായിൽ നിന്നും അണ്ണാക്കിൽ നിന്നും നമ്മളുടെ വാ വഴിയും അതൊരു മൂക്ക് വഴി നമ്മളുടെ ഇതിനെ സ്വാബ് വഴി നമ്മളുടെ കോശങ്ങളെ കളക്ട് ചെയ്യും. അവിടെ നിന്ന് കളക്ട് ചെയ്തിട്ട് 2 ടെസ്റ്റിംഗ് മെത്തേഡുകൾ വഴിയാണ് പ്രധാനമായിട്ടും ഇപ്പോൾ ടെസ്റ്റ് നടക്കുന്നത്. ഒന്ന് ആൻറ്റിജൻ ടെസ്റ്റ്. വൈറസ് ഉള്ള ഒരാളുടെ ശരീരത്തിൽ തീർച്ചയായിട്ടും ആൻറ്റിബോഡി ഉണ്ടാവും. ആൻറ്റിജൻ, അപ്പോൾ ഈ ആൻറ്റിജനും ആൻറ്റിബോഡിയും തമ്മിൽ റിയാക്ട് ചെയ്ത് ആ റിയാക്ഷനിൽ നിന്ന് വരുന്ന റിസൾട്ടിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് ആൻറ്റിജൻ ടെസ്റ്റ് നടത്തുന്നത്. അല്ലെങ്കിൽ നമ്മളതിനെ കാർഡ് ടെസ്റ്റ് എന്ന് വളരെ സിമ്പിളായിട്ട് പറയാം. ഒരു കാർഡുണ്ട്, ഇതിൻ്റെ കറക്റ്റ് ആൻറ്റിജനൊക്കെ നമ്മൾ ആൻറ്റിബോഡിയായിട്ട് റിയാക്ഷൻ നടത്തിയ സാധനത്തിനെ ഒരു 3 തുള്ളി നമ്മൾ പ്രഗ്നൻസി ടെസ്റ്റ് നടത്തുന്ന പോലെ തന്നെ അതിനാണ് വളരെ സിമ്പിളാണ്. ആ 3 തുള്ളി അതിൽ ഒഴിച്ച് കഴിയുമ്പോൾ അതിൻ്റെ കളർ ക്രോമറ്റോഗ്രഫി അടിസ്ഥാനപ്പെടുത്തിയിട്ട് അത് കളർ മാറുന്നതനുസരിച്ച് നമുക്ക് ഇതിന് കൺഫർമേഷൻ ടെസ്റ്റ് 2 രീതിയിലുണ്ട്. കൺഫർമേഷൻ ടെസ്റ്റ് മൊഡ്യൂൾ ഫസ്റ്റ് നമ്മൾ ഒരു റെഡ് ലൈൻ വരുന്നു, അപ്പോൾ അത് ടെസ്റ്റ് കൺഫർമേഷൻ ആവും. കോവിഡ് ഉണ്ടെങ്കിൽ കൺഫർമേഷൻ അല്ലെങ്കിൽ സി പോസിറ്റീവ് ആവും, അത് കോവിഡ് പോസിറ്റീവ് ആവും. ഇല്ലെങ്കിൽ ഒറ്റ വര മാത്രമേ വരുള്ളൂ. അങ്ങനെ ആ രീതിയിൽ കാർഡ് ടെസ്റ്റ് നടത്താൻ പറ്റുന്നുണ്ട്. രണ്ടാമത്തതാണ് ഏറ്റവും കൺഫേം ആയിട്ടുള്ള, അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ ഏറ്റവും സാധ്യതയുള്ളത്. ഇപ്പോൾ ഞാൻ ഈ കാർഡ് ടെസ്റ്റ് എന്ന് പറഞ്ഞത് ആൻറ്റിജൻ ആൻറ്റിബോഡി ടെസ്റ്റാണ്. അത് എല്ലാവരും ശരിയാക്കണമെന്നില്ല. ഒരു KKPP നമ്മൾ പറഞ്ഞാൽ കിട്ടിയാൽ കിട്ടി, പോയാൽ പോയി. എങ്കിലും ഒരു 70% വരെ മാക്സിമം അക്യുറസി അതിനുണ്ടാവുള്ളൂ. കാരണം എന്ന് വെച്ചാൽ അത് ഓട്ടോമ്യൂൺ ഡിസീസുള്ള പലരിലും ചിലപ്പോൾ അതൊരു ഫാൾസ് പോസിറ്റീവ് കാണിക്കാം. അപ്പോൾ അതായത് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ റൊമാറ്റിക് ആർത്രൈറ്റിസ് കംപ്ലയിൻ്റ് ഉള്ള പേഷ്യൻറ്റിൽ, ഒരു ഉദാഹരണം മാത്രമാണ്, എല്ലാവരും കാണിക്കണം എന്നല്ല ഞാൻ പറഞ്ഞത്. റൊമാറ്റിക് ആർത്രൈറ്റിസ് ഉള്ള പേഷ്യൻറ്റുകളിൽ ചിലപ്പോൾ ഈ കാർഡ് ടെസ്റ്റ് വഴി പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് കാണിച്ചെന്നിരിക്കും. ചിലപ്പോൾ അയാൾ നെഗറ്റീവ് ആയിരിക്കും, അനാവശ്യമായിട്ടുള്ള ഒരു ഫാൾസ് പോസിറ്റീവ് വരും. അതുപോലെ ഫാൾസ് നെഗറ്റീവ് ആയിരിക്കും, ചിലരുടെ റിയാക്ഷൻ ഉണ്ടാവില്ല. അപ്പോൾ അത് ഫാൾസ് നെഗറ്റീവാണ്. ഫാൾസ് നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ ആളുകളുടെ ഇടയിലേക്ക് ഇറങ്ങി നടക്കും. അത് വല്ലാത്ത പ്രശ്നങ്ങളെ ഉണ്ടാക്കുകയും ചെയ്യും. പക്ഷേ നമുക്ക് ഏറ്റവും
ചിലവ് ഒരുക്കിയതും ഏറ്റവും പെട്ടെന്ന് നടന്ന ഒരു രീതിയാണ് നമ്മൾ ഇപ്പോൾ ഈ പറയുന്ന കാർഡ് ടെസ്റ്റ്. രണ്ടാമത്തെ ടെസ്റ്റാണ് ഏറ്റവും കൂടുതൽ അക്യുറേറ്റ് ഉള്ള ടെസ്റ്റ്. അതിന് നമ്മൾ RT-PCR എന്ന് പറയും. RT-PCR ടെസ്റ്റിന് ഈ RT-PCR ടെസ്റ്റ് 1993 ഇതിൻ്റെ ബയോ കെമിസ്ട്രിയിൽ ഈ കണ്ടുപിടിച്ച ആൾക്ക് ശരിക്കും നൊബേൽ പ്രൈസ് കിട്ടിയതാണ്. അത് ഈ റിവേഴ്സ് എഞ്ചിനീയറിംഗ് വഴി അല്ലെങ്കിൽ പോളിമർ ഈ DNA ഹെലിക്സിനെ എക്സ്ട്രാക്റ്റ് ചെയ്തുകൊണ്ട് അതിൻ്റെ ഹെലിക്സിൻ്റെ DNA ഹെലിക്സ് ഡ്യുവൽ ഹെലിക്സ് ആണെന്ന് അറിയാലോ, അതിൻ്റെ RNA DNA സ്ട്രക്ചറിൽ വരുന്നത്. അതിൻ്റെ ഹെലിക്സിനെ എക്സ്ട്രാക്റ്റ് ചെയ്ത് അതിൽ നിന്നും ഇതിൻ്റെ സാന്നിധ്യം കണ്ടെത്തുന്ന രീതിയാണ്. അതാണ് ഏറ്റവും അക്യുറേറ്റ് ആയിട്ടുള്ള രീതി. ഇനി ഇതിൻ്റെ ടെസ്റ്റിലേക്ക് നമ്മൾ കടന്നു. ടെസ്റ്റ് കഴിഞ്ഞ് ലക്ഷണം കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് ട്രീറ്റ്മെൻറ്റാണ്. ട്രീറ്റ്മെൻറ്റ് ദയവ് ചെയ്ത് നിങ്ങൾ ഈ പറയുന്ന ഭാഗം കൃത്യമായി കേൾക്കുക. ഇതിന് കൃത്യമായിട്ടുള്ളൊരു ട്രീറ്റ്മെൻറ്റ് പ്രോട്ടോക്കോൾ ഉണ്ട്. ട്രീറ്റ്മെൻറ്റ് ഇതുവരെ ലോകത്ത് എവിടെയും കണ്ടുപിടിച്ചിട്ടില്ല. ആരെങ്കിലും അതുണ്ട് ഇതുണ്ട് എന്ന് പറയുന്നുണ്ടെങ്കിൽ വളരെ തെറ്റിദ്ധാരണാജനകമായിട്ടുള്ള കാര്യം മാത്രമാണ്. കാരണം അങ്ങനെ ഒരു ട്രീറ്റ്മെൻറ്റ് ലൈൻ ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. കാരണം ഇത് വൈറസാണ്. ഒരുമാതിരിപ്പെട്ട വൈറൽ അസുഖങ്ങൾക്കൊന്നും തന്നെ ട്രീറ്റ്മെൻറ്റ് ഇല്ല എന്ന് നിങ്ങൾക്കറിയാം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഇത് നമ്മൾ ചെയ്യുന്നത് എന്താ, ആൻറ്റിവൈറൽ ഇഞ്ചക്ഷൻ എടുക്കുകയാണ്. ഇപ്പോൾ ചിക്കൻ ബോക്സിന് വന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു, ചിക്കൻ ബോക്സ് വന്നാൽ പിന്നെ ഒരിക്കലും വരില്ല, കാരണം ആൻറ്റിജൻ ഉണ്ടാവുമെന്ന് പറയും. നിസാരം ജലദോഷപ്പനി, നമ്മുടെ ഇൻഫ്ലുവൻസ എന്ന് പറയുന്ന വൈറസിന് പോലും മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ല. വൈറൽ ഫീവർ നല്ല ലക്ഷണത്തിനാണ് നമ്മൾ ഇപ്പോൾ സിംറ്റമാറ്റിക് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റാണ്. അതുപോലെ തന്നെയാണ് ഇത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിന് വരുന്നവർക്കുള്ള ശ്വാസം മുട്ടിനുള്ള ട്രീറ്റ്മെൻറ്റ്, അങ്ങനെ ഏറ്റവും കൂടുതൽ ആളുകൾക്കും വരുന്ന ആ സിംറ്റംസിനെ ബേസ് ചെയ്തിട്ട് മാത്രമാണ് ഇപ്പോൾ നിലവിൽ ട്രീറ്റ്മെൻറ്റുകളുള്ളൂ. അതുകൊണ്ട് തന്നെ ട്രീറ്റ്മെൻറ്റ് വരുന്നില്ല. പിന്നെ ഇതിൻ്റെ രണ്ടാമത്തെ കാര്യം പറയുന്നത് വാക്സിനേഷനാണ്. വാക്സിനേഷനെ പറ്റി ധാരാളം ആളുകളിൽ അബദ്ധധാരണകൾ പടർത്തുന്നുണ്ട്, കോൺസ്പിരസികളുണ്ട്, കോൺട്രവേഴ്സികളുണ്ട്. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാക്സിൻ എന്ന് പറയുന്ന സാധനം ദോശമാവ് കലക്കി വെച്ച് ചുട്ടെടുക്കുന്ന പോലെ ചുട്ടെടുക്കാൻ പറ്റില്ല. ഇതിനായി ഒരുപാട് ആൾക്കാർ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് കൂട്ടുന്നുണ്ട്. കാരണം ഇതിപ്പോൾ വരും, അതങ്ങനെയാണ്, ഇങ്ങനെ ഉണ്ടാക്കാം എന്ന് പറഞ്ഞു. ഏതൊരു മന്ത്രി പങ്കുവൻ ഒരു ദിവസം പറയണമെന്ന് കേട്ടു. എനിക്കങ്ങനെ ഒരാളെ വിമർശിച്ചുകൊണ്ട് പറയുന്നതല്ല. ഓഗസ്റ്റ് 15 നമ്മുടെ ഇന്ത്യയുടെ വാക്സിൻ വരും എന്ന് പറഞ്ഞു. അത് നനഞ്ഞ പടക്കം പോലെ ചീറ്റിപ്പോയി. അങ്ങനെ ഒരാൾ പറഞ്ഞുകൊണ്ട് നീ ഇന്ന ദിവസം ഇന്ന സാധനം ഉണ്ടാക്കൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു സാധനമല്ല. കാരണം റിസർച്ചിന് മെത്തഡോളജി ഒരുപാട് ട്രയൽ ആൻഡ് എററുകൾ കടന്നു പോകണം. അല്ലെങ്കിൽ അത് വിനാശകാരിയാകുന്ന ഒരവസ്ഥയിലേക്ക് വന്നേക്കാം. കാരണം ഇപ്പോൾ റഷ്യയുടെ വൈറസ് വന്നിട്ടുണ്ട്. ഇപ്പോൾ നിലവിൽ മനുഷ്യനിൽ പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന വൈറസിൽ ഏറ്റവും ആൻറ്റി വൈറലായിട്ടുള്ള ഒരു വാക്സിൻ, അല്ലെങ്കിൽ ആൻറ്റിവൈറലല്ല വാക്സിൻ എന്ന് പറയുന്ന വാക്സിൻ ഇപ്പോൾ നിലവിൽ കണ്ടുപിടിച്ചാണ് റഷ്യയുടെ സ്പുട്നിക് എന്ന് പറയുന്ന ഒരു വാക്സിനാണ്. ഈ സ്പുട്നിക് എന്ന പറഞ്ഞ വാക്സിന് തന്നെ അതിൻ്റെ എഫിക്കസി എത്രമാത്രം ഉണ്ടാകുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം നമ്മുടെ കോമൺ ഇൻഫ്ലുവൻസ വൈറസ്, അല്ലെങ്കിൽ പനിയുടെ സാധാരണ പനി ഉണ്ടാകുന്ന ഒരു വൈറസിൻ്റെ പ്രോട്ടീൻ സ്ട്രക്ചർ ഉണ്ടാകും നമ്മുടെ വൈറസിൻ്റെ മേലെ. ആ പ്രോട്ടീൻ സ്ട്രക്ചറിനെ എടുത്തു മാറ്റിയിട്ട് കൊറോണ വൈറസിൻ്റെ പ്രോട്ടീനെ അതിൻ്റെ മേലെ ഇംപ്ലാന്റ് ചെയ്തു. ആ ഇംപ്ലാന്റ് ചെയ്ത വൈറസിനെയാണ് സ്പുട്നിക് വാക്സിനായിട്ട് കണ്ടുപിടിച്ച് മനുഷ്യനിലേക്ക് കുത്തിവെച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി ഇത് നാളെ വേറെ എന്തെങ്കിലും കോംപ്ലിക്കേഷൻ ഉണ്ടാക്കുമോ എന്ന് പറഞ്ഞാൽ അറിയില്ല. കാരണം ജോൺസൺ എന്ന കമ്പനിയുടെ ആൻറ്റി വൈറൽ അല്ലെങ്കിൽ ഈ വാക്സിൻ്റെ പരീക്ഷണം ഇപ്പോൾ ഈയിടെയായിട്ട് നിർത്തി വെച്ചിരിക്കുകയാണ്. കാരണം അത് ആൻറ്റിവൈറൽ ആയിട്ടുള്ള വാക്സിനേഷൻ ഉള്ള ഇതിനകത്ത് ഒരുപാട് പേർക്ക് എന്തൊക്കെയോ കോംപ്ലിക്കേഷൻ ഉണ്ടായിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഇത് വളരെ ഗോപ്യമായിട്ടാണ്, ആരും കൃത്യമായ റിപ്പോർട്ടുകൾ പുറത്തു വിടുന്നില്ല. എത്രയും പെട്ടെന്ന് വരട്ടെ. നമ്മുടെ സിറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട് ഇന്ത്യയുടെ, അവരൊക്കെ ഇതിൻ്റെ ഫസ്റ്റ് ഫേസ്, സെക്കൻഡ് ഫേസ്, തേർഡ് ഫേസ് പല ഫേസുകൾ കടന്ന് മുന്നേറിക്കൊണ്ടിരിക്കുന്നുണ്ട്. 6th ഫേസ് വന്നാൽ മാത്രമാണ് ശരിക്കും ഒരു റിസർച്ചിൻ്റെ പരിപൂർണത എത്തി ഒരു സാധനം പുറത്തേക്ക് ഇറക്കാനാവുള്ളൂ. കാരണം റിസർച്ച് മെത്തഡോളജിക്ക് അതിൻ്റേതായ കുറേ രീതികളുണ്ട്. അത് സ്റ്റാറ്റിസ്റ്റിക്കൽ ഡേറ്റയുടെ ഫുൾഫിൽമെൻറ്റ് വരണമെങ്കിൽ അങ്ങനെ അത് മുഴുവൻ തീർന്നാൽ മാത്രമേ പറ്റുള്ളൂ. ജനങ്ങൾ ഒരു വികാരത്തിൻ്റെ പേരിൽ ഇപ്പോൾ ചെയ്യും അത് ചെയ്യും എന്ന് നിങ്ങൾ ആരും വിചാരിക്കരുത്. അങ്ങനെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു വസ്തുവല്ല ഈ വാക്സിൻ. പേഷ്യൻസ് ചിലപ്പോൾ പെട്ടെന്നുണ്ടായേക്കാം. ഒരു യൂട്യൂബിലൊരു കുട്ടി പറഞ്ഞ വീഡിയോ പറഞ്ഞ രീതി കടമെടുത്തു കഴിഞ്ഞാൽ ചിലവർക്ക് ശരിയാവും, ചിലവർക്ക് ശരിയാവില്ല. ഇപ്പോൾ ഇൻ്റെ ശരിയാവുണ്ടോ, ഇൻ്റെ ശരിയാവില്ലല്ലോ എന്നുള്ളതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയില്ല. അത് വരട്ടെ, എല്ലാവർക്കും പോസിറ്റീവായിട്ട് തന്നെ വരട്ടെ എന്ന് വിശ്വസിക്കാം. ഇത്രയാണ് കാര്യങ്ങൾ. ഇനിയിപ്പോൾ ഞാൻ നിങ്ങളോട് മെയിനായിട്ട് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ CFLTC ഞാൻ പറഞ്ഞു, CFLTC ഡ്യൂട്ടിയാണെന്ന്. കോവിഡ് ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെൻറ്റ് സെൻറ്റർ, അതാണ് CFLTC. അതിൻ്റെ ഡ്യൂട്ടിയിലായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഡ്യൂട്ടിയിൽ നമ്മളെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വരുന്ന ലക്ഷണമില്ലാത്ത രോഗികളെ
ഈ ലക്ഷണമില്ലാത്ത രോഗികളെ പോലും 3ആയിട്ട് നമ്മൾ കാറ്റഗറൈസ് ചെയ്തിട്ടാണ് സർക്കാർ സൗജന്യമായിട്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത്. ഞങ്ങളുടെ ഒരു ദിവസത്തെ നമ്മളിടുന്ന PPE കിറ്റ് അറിയാലോ, ഈ PPE കിറ്റിന് തന്നെ സർക്കാരിന് ഏകദേശം ഒരു 1250-1500 രൂപയുടെ ചിലവുണ്ട്. 10 ക്ലീനിങ് സ്റ്റാഫ്, 3-4 ഡോക്ടർമാർ, 4 നേഴ്സുമാർ, ഇവർ ഇത്രയും ആളുകൾ സ്ഥിരമായിട്ട് അവിടെയുണ്ട്. ഇവർക്ക് എല്ലാവർക്കും ഒരു ദിവസം ഒരു PPE കിറ്റ്, എത്ര PPE കിറ്റ് വെച്ച് മാറണമെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഈ കാർഡ് ടെസ്റ്റ് എല്ലാം ഫ്രീ ആണ്, പിന്നെ ഭക്ഷണം സർക്കാർ കൊടുക്കുകയാണ്. ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. നിങ്ങൾ വിമർശിച്ചോളൂ, നിങ്ങൾ ഡോക്ടർമാരെ വിമർശിക്കാൻ നിങ്ങൾക്ക് അവകാശമുണ്ട്, അത് നേഴ്സുമാരെ വിമർശിക്കാൻ നിങ്ങൾക്ക് അവകാശമുണ്ട്, സർക്കാരിനെ വിമർശിക്കാൻ അവകാശമുണ്ട്. പക്ഷേ ഈ ഞങ്ങൾ പെടുന്ന കടാപ്പാട്, കഷ്ടപ്പെടലുകൾ ഇതൊന്നും നിങ്ങൾ കാണാതെ പോരുത്. നിങ്ങൾ വിമർശിക്കുമ്പോൾ സുഖമായിട്ടൊന്നും വിമർശിക്കരുത്. ഞങ്ങൾക്ക് ഭക്ഷണത്തിന് ഉപ്പ് കുറഞ്ഞു പോയി എന്ന് പറഞ്ഞ് വിമർശിക്കുമ്പോൾ ആ ഭക്ഷണം ഉണ്ടാക്കാനായിട്ട് എത്രമാത്രം ഒരു കർഷകൻ കഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ള കാര്യം കൂടെ അറിയണം എന്ന് പറയുന്ന പോലെ നമ്മളുടെ ഒരുപാട് കഷ്ടപ്പെടലുകളുണ്ട്. നമ്മളിപ്പോൾ ഒരു പേഷ്യൻറ്റ് വന്നു കഴിഞ്ഞാൽ, കോവിഡ് സെൻ്ററിൽ ഒരു പേഷ്യൻറ്റ് വന്നു കഴിഞ്ഞാൽ അയാൾ ആദ്യം തന്നെ അയാളെ വന്ന് ചേർത്തിരുത്തി, നമ്മൾ നോർമൽ രോഗികളെ പോലെ വിളിച്ചിരുത്തി കണ്ടുപിടിച്ച് നമുക്കിരുന്ന് വിശേഷം ചോദിച്ച അസുഖവും കാര്യങ്ങളൊന്നും എഴുതാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമ്മളിവരെ തിരിക്കും. ആദ്യമായിട്ട് കാറ്റഗറി A, B, C 3 കാറ്റഗറി ആയിട്ടാണ് തിരിക്കുക. ഒന്ന് അസിംപ്റ്റമാറ്റിക് അല്ലെങ്കിൽ ലക്ഷണമില്ലാത്ത കാറ്റഗറി എന്നൊരു കാറ്റഗറി തിരിക്കും. A കാറ്റഗറി എന്ന് വെച്ചാൽ മൈൽഡ് കഫ്, മൈൽഡ് ഫീവർ ഇങ്ങനെയുള്ളതിനെ കാറ്റഗറി A ആവും. കാറ്റഗറി B വരുമ്പോൾ സിവിയർ കഫ്, വോമിറ്റിംഗ്, ഫീവർ, അങ്ങനെ ഒരുപാട് ലക്ഷണങ്ങളുള്ളത്. പിന്നെ 60 വയസ്സിന് മേലെയുള്ളവർ, അസോസിയേറ്റ് ചെയ്ത് ഡയബറ്റീസോ ഷുഗറോ വന്നു കഴിഞ്ഞുള്ളവർ ഇവരെ കാറ്റഗറി Bയിലേക്ക് തിരിക്കും. പിന്നെ കാറ്റഗറി Cയിൽ അടുത്ത ആളുകളെ തിരിക്കും. അതായത് ഗുരുതരമായിട്ടുള്ള എന്തെങ്കിലും രോഗം ബാധിച്ചവർ, അതായത് ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ക്യാൻസർ, ട്യൂബർകുലോസിസ്, COPD, അതായത് ആസ്തമാറ്റിക് കംപ്ലയിൻസ്, ഇവരെല്ലാവരും ഉള്ളവരെ കാറ്റഗറി C ആക്കും. അങ്ങനെ ഞാൻ വളരെ കുറച്ച് അസുഖങ്ങളെ പറയുന്നു, ഒരുപാട് അസുഖങ്ങളുടെ ലിസ്റ്റുണ്ട്. ഇവരെല്ലാം C ആക്കും. ഇങ്ങനെ C ആയിട്ട് തിരിച്ചിട്ട് എല്ലാവരുടെ SpO2 അല്ലെങ്കിൽ സാച്ചുറേഷൻ, ഓക്സിജൻ സാച്ചുറേഷൻ നമ്മൾ കൃത്യമായി മോണിറ്റർ ചെയ്തുകൊണ്ട് ആണ് നമ്മളെല്ലാം പിന്നെ അവർ നോക്കുന്നത്. കൃത്യമായിട്ട് നോക്കി നമ്മൾ വിടുന്നത്. അപ്പോൾ ഒരു മാമത്ത് പ്രോസസ്സാണ്, വല്ലാതെ നമ്മൾ വല്ലാതെ ബുദ്ധിമുട്ടുന്നൊരു പ്രോസസ്സാണ്. അപ്പോൾ ഇപ്പോൾ ഞാൻ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരുപാട് ഓഫറുകളും സെയിലുകളും വരുന്നുണ്ട്. നിവൃത്തിയുള്ളതും നിങ്ങളുടെ വീട്ടിൽ, ഞാനൊരു ഇന്ന കമ്പനിയുടെ വേണമെന്ന് ഞാൻ പറയുന്നില്ല, ഒരു പൾസ് ഓക്സിമീറ്റർ എന്ന് പറഞ്ഞൊരു സാധനം വാങ്ങിക്കാൻ കിട്ടും. നമുക്കെല്ലാവർക്കും പൾസ് ഓക്സിമീറ്റർ എന്ന് പറഞ്ഞ ഒരു സാധനം വാങ്ങിക്കാൻ കിട്ടും. അതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ വിരലിൻ്റെ എവിടെ ഇതിനെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ലങ്സിലുള്ള ഓക്സിജൻ അല്ലെങ്കിൽ നമ്മുടെ ഓക്സിജൻ്റെ സാച്ചുറേഷൻ എത്രയാണെന്ന് കൃത്യമായിട്ട് അറിയാൻ പറ്റും. ഈ ഓക്സിജൻ സാച്ചുറേഷൻ ഒരു 95-ന് താഴത്തേക്ക് പോയി കഴിഞ്ഞാൽ നമ്മളൊന്ന് സൂക്ഷിക്കണം എന്ന് തന്നെ പറയാം. 95-ന് ശേഷം താഴെ പോന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ നിങ്ങൾക്ക് ആർക്കും ഇതിന് ഒരുപാട് പഠിപ്പോ അങ്ങനെ വലിയ അറിവുകളോ ഒന്നും വേണമെന്നില്ല, നിങ്ങളതിന് മെഡിക്കൽ ഡിഗ്രികളൊന്നും വേണമെന്നില്ല. ഒരു സാധാരണക്കാരന് മനസ്സിലാക്കാവുന്ന കാര്യമേ ഉള്ളൂ ഇതിനകത്ത് കുറേ കാര്യങ്ങൾ. അപ്പോൾ നിങ്ങൾ നിവൃത്തിയുള്ളതും ഒരു 1000-1500 രൂപ ഒരു നല്ലൊരു പൾസ് ഓക്സിമീറ്റർ 400 രൂപ മുതൽ ലഭ്യമാണ്. അത് നിങ്ങൾ വാങ്ങി വെക്കുക. നിങ്ങളെല്ലാവർക്കും ഉപകാരപ്പെട്ടേക്കാം. അപ്പോൾ നമ്മൾ ജസ്റ്റ്, അല്ലെങ്കിൽ നമുക്ക് പൾസ് റേറ്റ് അറിയാൻ പറ്റും. അതുപോലെ റെസ്പിറേറ്ററി റേറ്റ് നമുക്ക് നോക്കാൻ പറ്റും. ഏറ്റവും നല്ല ഇതിനകത്ത് ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ചാൽ ഇതിനകത്ത് സാച്ചുറേഷൻ, ഓക്സിജൻ സാച്ചുറേഷൻ്റെ കൃത്യമായിട്ടുള്ള അറിവ് അറിയാൻ പറ്റും. 95-ന് താഴെയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും നിങ്ങൾക്ക് എന്താണ് ഇത് സാച്ചുറേഷൻ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ 95 വന്നിട്ട് 85 ആയിക്കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി ആൾക്ക് ഓക്സിജൻ കൊടുക്കണം. ഇതിൻ്റെ കോംപ്ലിക്കേഷൻ ഞങ്ങൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. ഞാനിപ്പോൾ ഈ പറയുന്ന കാറ്റഗറി എന്ന് പറഞ്ഞാൽ ഇത് രോഗാരോഗ്യ സംഘടനയുടെ ഒന്നുമല്ല, നമ്മൾ നേരിട്ട് കണ്ട് നമ്മൾ അനുഭവിച്ച കുറേ കാര്യങ്ങൾ, അതിൻ്റെ ഒരു വിശദീകരണം ഇപ്പം ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാരണം രോഗികൾ ഒരു 85-ന് താഴേക്ക് വരുമ്പോൾ ആൾ ഡൗൺ ആവും. ഈ സാച്ചുറേഷൻ 85-ന് താഴെ വന്നു കഴിഞ്ഞാൽ സിവിയർ ബ്രീത്തിങ് ഡിഫിക്കൽട്ടി വരാം, ഓക്സിജൻ സപ്ലൈ വേണം, ചിലപ്പോൾ ആൾ കൊളാപ്സ് ആയേക്കാം. അത് ആൾ പോവും ചിലപ്പോൾ. കാരണം ഇത് നമ്മുടെ ലങ്സിന് ഫൈബ്രോസിസ് എന്ന അവസ്ഥയിൽ എത്തിയിട്ടുണ്ടോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഇതിൻ്റെ കോംപ്ലിക്കേഷനായിട്ട് ഉണ്ടാകുന്ന എന്ത് രീതിയിലുള്ള, ചിലപ്പോൾ ഇൻറ്റേർണൽ ഹെമറേജ് അല്ലെങ്കിൽ ബ്ലീഡിങ് എന്ന് പറയും, നമ്മൾ രക്തക്കുഴലുകൾ പൊട്ടി ബ്ലീഡിങ് വന്നേക്കാം. നമുക്ക് പറയാൻ പറ്റില്ല ഇതെങ്ങനെയാണെന്ന്. ഇത് പെട്ടെന്ന് സംഭവിക്കുന്നതാണ്. ഈ വൈറസിൻ്റെ ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറയുന്നത് 14 ദിവസമാണെന്ന് പറയുന്നുണ്ടെന്നാണ് പറയുന്നത്. ഇപ്പോൾ നിലവിൽ ഏകദേശം എല്ലാവർക്കും അറിവിന് വേണ്ടി 14 ദിവസം എന്ന് പറയുന്നു. 27 ദിവസം വരെ പോയ ഇൻക്യുബേഷൻ പീരീഡ് 40 ദിവസം വരെ വന്ന അവസ്ഥകളൊക്കെ ഉണ്ട് കേട്ടോ വൈറസിന്. അതുകൊണ്ട് തന്നെ നമുക്ക് കൃത്യമായിട്ടൊരു നിശ്ചയം നമുക്ക് ഇത് കൃത്യമായിട്ട് ഇങ്ങനെയാണെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ഞാൻ ഈ പറയുന്ന ലക്ഷണങ്ങളൊക്കെ ഞങ്ങൾ നേരിട്ട് കണ്ടതാണ്. ഈ സാച്ചുറേഷൻ്റെ കാര്യങ്ങളാണ് ഏറ്റവും കൂടുതൽ നമ്മൾ അനുഭവപ്പെടുന്നത്. അപ്പോൾ ഈ സാച്ചുറേഷൻ ലെവലിൽ ഒരു SpO2 മീറ്റർ, ഒരു പൾസ് ഓക്സിമീറ്റർ വാങ്ങിച്ച് നിങ്ങൾ വെക്കാനാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. നിങ്ങൾ വാങ്ങിച്ച് വെക്കില്ല, നിങ്ങളുടെ ഇഷ്ടമുള്ള കമ്പനിയുടെ വാങ്ങിച്ച് വെക്കാം. വേണമെങ്കിൽ ഞാൻ ഒരു ലിങ്ക് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിന് താഴെ കൊടുക്കാം, പൾസ് ഓക്സിമീറ്ററിൻ്റെ ഒരു ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ. ഇനി അവസാനം ആ ലിങ്ക് വെച്ചിട്ട് നിങ്ങളത് വാങ്ങണമെന്നില്ല. ഞാൻ ആ കമ്പനിയുടെ കമ്മീഷൻ പറ്റിയെന്ന് പറയരുത്, പലർക്കും അങ്ങനെയാണല്ലോ. അങ്ങനെയല്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് വാങ്ങാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒരെണ്ണം വാങ്ങിച്ച് വെക്കുക, നിങ്ങൾ നോക്കുക കൃത്യമായിട്ട്. ഇതിന് ഞാനിനി എല്ലാവരും പറയുന്ന പോലെ അല്ലെങ്കിൽ സർക്കാർ പറയുന്ന പോലെ നിങ്ങളിത് വരാണ്ട് പ്രിവെൻറ്റീവ് ആസ്പെക്റ്റിൽ നിങ്ങൾ ഇന്ന ചെയ്യണം എന്ന് പറഞ്ഞ് നിങ്ങളെ ഞാൻ വെറുപ്പിക്കുന്നില്ല. വേറൊന്നുമല്ല,
അറിയാവുന്ന കാര്യമാണ്. പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലത്. എല്ലാവർക്കും മാസ്ക് വെക്കണം, സാനിറ്റൈസ് ചെയ്യണം, കൈ കഴുകണം, പുറത്ത് പോകരുത്, പുറത്ത് പോയി വന്നാൽ കൈ കഴുകണം, നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യണം, അത് ചെയ്യരുത്, ഡൂസ് ആൻഡ് ഡോൺസ് ഒരുപാട് പറയുന്നുണ്ട്. ഇത് കൃത്യമായിട്ട് നിങ്ങൾ ചെയ്യുക. നിലവിൽ ഇത് മാത്രമാണ്, പ്രതിരോധം മാത്രമാണ് നിലവിലെ വഴി. ഇതിൻ്റെ കോംപ്ലിക്കേഷൻ എന്ന് പറയുന്നത് കൂടുതൽ ഒരുപാട് പ്രശ്നമുണ്ട്. കാരണം ഞാൻ പറഞ്ഞു, ഇതിൻ്റെ കോംപ്ലിക്കേഷനായിട്ട് നമ്മളിപ്പോൾ സ്ട്രോക്ക് കാണുന്നുണ്ട്, ഷുഗർ കാണുന്നുണ്ട്, അതായത് ഡയബറ്റീസ് കാണുന്നുണ്ട്, ഹാർട്ട് അറ്റാക്ക്, ഹാർഡിയക് പ്രോബ്ലം കാണുന്നുണ്ട്, നെഫ്രൈറ്റിക് കംപ്ലയിൻസ്, കിഡ്നിക്ക് പ്രശ്നങ്ങൾ കാണുന്നുണ്ട്. ഇതെല്ലാം റിയാലിറ്റിയിൽ ഇപ്പോൾ ഞങ്ങൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളാണ്. അതായത് രോഗികൾക്ക് കാണുന്ന പ്രശ്നങ്ങളാണ് ഇപ്പോൾ ഞാൻ പറയുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ ഇത് എല്ലാം മനസ്സിൽ ഉൾക്കൊണ്ടുകൊണ്ട് വേണം ചിന്തിക്കാനായിട്ട്. വേറെ തെറ്റിദ്ധാരണ ജനിപ്പിക്കുന്ന ഒരു കാര്യമാണ് കൊറോണയെ സംബന്ധിച്ച്. കൊറോണ ഇപ്പോൾ ഈ പേപ്പറുകളിൽ വരെ ഞാൻ എഴുതി കണ്ടിട്ടുണ്ട്. ഇത് പലരിലും സർക്കാർ തലത്തിൽ, അതായത് മീൻസ് കേന്ദ്ര ഇതിനകത്ത് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, 23 ലക്ഷം ആളുകളിൽ ഇത് വന്നു പോയേക്കാം, അങ്ങനെ പോയേക്കാം, ഇങ്ങനെ വന്നു പോയേക്കാം എന്നൊരു നിസാര മട്ടിൽ, ഒരു സാമട്ടിൽ വിടുക എന്ന് പറയില്ലേ, അങ്ങനെ പറഞ്ഞു വിട്ടിട്ടുണ്ട്. ഇത് വന്നു പോയേക്കാം എന്ന് പറഞ്ഞു ഇപ്പോൾ നമ്മളെല്ലാം ആശ്വസിക്കണം, എന്താ എനിക്ക് ചിലപ്പോൾ ഇത് വന്നു പോയിട്ടുണ്ടാവുന്നു. ഇത് വന്നോ പോയോ എന്നുള്ളത് നമുക്ക് നിശ്ചയമില്ല. ഇത് വന്നു പോയാൽ പിന്നെ ഒരു കുഴപ്പമില്ല എന്നൊക്കെ പറയണത് വെറുതെയാണ്. വരുന്നവർക്ക് വീണ്ടും വന്നിട്ടുണ്ട്, ഇപ്പോൾ വരുന്നുണ്ട്. കാരണം മ്യൂട്ടേഷൻ വൈറസിനും എല്ലാം സംഭവിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ നോക്കുക, മാക്സിമം നിങ്ങൾ പ്രൊട്ടക്റ്റീവായിട്ടിരിക്കുക. പുറത്തു പോകുമ്പോൾ പ്രത്യേകിച്ചും നിവർത്തിയുള്ളത് മാസ്ക് വളരെ നിർബന്ധമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പം നിങ്ങൾ ധരിക്കണമെന്നുണ്ടെങ്കിൽ N95 മാസ്കുകൾ എല്ലാവരും വാങ്ങിച്ച് ധരിക്കണമെന്ന് ഞാൻ പറയില്ല. നിങ്ങൾ സർജിക്കൽ മാസ്ക്, തുണി മാസ്ക് വെക്കണമെന്ന് ഞാൻ പറയില്ല. പുറത്ത് പോകുമ്പോൾ നിവർത്തിയുള്ള സർജിക്കൽ മാസ്ക് വയ്ക്കുക. കാരണം ഇതൊരു 3 ലെയർഡ് മാസ്കാണ്. നമ്മൾ കാണുന്ന 2 ലെയർ ഉണ്ട്, അതല്ല കാണാത്ത ഒരു നടുക്കൊരു ലെയർ ഉണ്ട്, ഒരു വാക്സ് കോട്ടഡ് ലെയർ ഉണ്ട്. അത് നമ്മൾ മാക്സിമം ബാഷ്പത്തെ വലിച്ചെടുത്തുകൊണ്ട് പുറത്തുനിന്നുള്ള ഇതിനെയും അകത്തുനിന്നുള്ളതിനെയും പ്രിവെൻറ്റ് ചെയ്യാൻ ലെവറായിട്ട് വർക്ക് ചെയ്യും. അത് അങ്ങനെ ഒരു മാസ്ക് വെക്കുക. സർജിക്കൽ മാസ്ക്കാണ് ഏറ്റവും നല്ലത്. വെച്ചില്ലെങ്കിലും സർജിക്കൽ മാസ്ക് വെക്കണമെന്നില്ല, എന്തായാലും മാസ്ക് വെക്കുക. പോലീസിനെ പേടിച്ചുകൊണ്ടോ ഫൈൻ പേടിച്ചുകൊണ്ടോ നിങ്ങൾ വെക്കാതെ അങ്ങനെ ചെയ്യരുത്. അങ്ങനെ അതുകൊണ്ട് മാത്രമാണ് വെക്കുന്നത് നിങ്ങൾ വിചാരിക്കരുത്. നിങ്ങളുടെ സുരക്ഷിതത്വം നിങ്ങളുടെ കൈകളിൽ തന്നെയാണ്. അവസാനം സർക്കാരിനെ പഴി പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ കൃത്യമായി നിങ്ങൾ നോക്കുക, നിങ്ങളുടെ സുരക്ഷിതത്വം നോക്കുക. ഞാൻ ഇത്രയും വലിയൊരു ബ്ലോഗിലേക്ക് പോയത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ ക്ലിനിക്കൽ ഫീച്ചേഴ്സ് പറയുന്നത് ഒരുപാടുണ്ട്. കാരണം ഇത് പറഞ്ഞതും പറയാത്ത മിഥ്യാധാരണകളും തെറ്റിദ്ധാരണകളും ഒരുപാടുണ്ട്. ഞാൻ ഒരുപാട് വലിച്ച് നീട്ടുന്നില്ല. മനസ്സിലായില്ലേ? അപ്പോൾ ഞാനിത് വ്ളോഗുകൾ ഇവിടെ തീരുകയാണ്. അപ്പോൾ നിങ്ങളോട് എല്ലാം പ്രോമിസ് ചെയ്തതുപോലെ ഞാൻ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു വ്ളോഗ് ഞാൻ ചെയ്യാനായിട്ട് അതിൻ്റെ അണിയറയിലുണ്ട്. അത് നടന്നുകൊണ്ടിരിക്കുകയാണ്, വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു, എല്ലാവരും നിർബന്ധമായിട്ടും കണ്ടിരിക്കേണ്ട ഒരു വ്ളോഗായിരിക്കും അത്. കാരണം അടുത്ത തലമുറയെ ബാധിക്കാൻ സാധ്യതയുള്ള ഏറ്റവും വലിയൊരു പ്രശ്നത്തിനെ പറ്റിയാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അത് മിസ്സാവരുത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവരും കൃത്യമായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലത്തെ ഇൻഫോർമേറ്റീവായിട്ടുള്ള കാര്യം ഞാനിപ്പോൾ ജീവശാസ്ത്രം മാത്രമല്ല പറയുക, ഞാൻ ആദ്യമേ തന്നെ ശാസ്ത്രം പറഞ്ഞു എന്നുള്ളൂ. നമ്മളൊരു വിഭാഗമായതുകൊണ്ട് ജീവശാസ്ത്രം പറഞ്ഞു എന്നേ ഉള്ളൂ. ഇപ്പോൾ ഞാൻ ഈ പറയുന്ന വ്ളോഗിനെ പറ്റി പറയാൻ ഞാനിപ്പോൾ പറഞ്ഞല്ലോ, ഒരു അടുത്ത തലമുറയെ ബാധിക്കുന്നത്, അതൊരിക്കലും ജീവശാസ്ത്രമല്ല. എന്നിരുന്നാലും അതിനെപ്പറ്റി വിശദമായിട്ട് തന്നെ ഒരു വ്ളോഗ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ദയവായി ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. അതിനെ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങളിത് ഷെയർ ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളൊരു ബെൽ ബട്ടൺ ഉണ്ട് സൈഡിൽ, ആ ബെൽ ബട്ടൺ ഒന്ന് ഞെക്കിയേക്കുക. കാരണം പുതിയ വീഡിയോസ് നിങ്ങൾ കിട്ടണമെങ്കിൽ ഈ ബെൽ ബട്ടൺ ഞെക്കിയാലാണ് പുതിയ വീഡിയോസ് കിട്ടുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇനിയൊരു വ്ളോഗിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം. സൈനിങ് ഓഫ് ഡോക്ടർ നവീൻ.